ബി ജെ പിയിൽ പൊട്ടിത്തെറിയോ എന്ന ചോദ്യത്തിന് പൊട്ടിത്തെറി തന്നെയാണ് എന്നതിനാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് കെ സുരേന്ദ്രൻ യഥാർത്ഥത്തിൽ വാർത്താസമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പാർട്ടിയിലെ ചില നേതാക്കൾക്കുള്ള മറുപടിയായിട്ട് തന്നെയാണ് വാർത്താസമ്മേളനം നടത്തിയത്. അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞത് വിജയിക്കുമ്പോൾ ക്രെഡിറ്റ് മറ്റുള്ളവർക്കും തോൽക്കുമ്പോൾ അത് പ്രസിഡന്റിനുമാണ് എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു വന്ന് ആദ്യം അദ്ദേഹം പറയുന്നത് കുമ്മനം രാജശേഖരനെ കുറിച്ചാണ്. ഈ കോർ കമ്മിറ്റി സ്ഥാനാർത്ഥി നിർണയത്തിന് ചുമതലപ്പെടുത്തിയത് കുമ്മനം രാജശേഖരനെയാണ്. അദ്ദേഹം അവിടെ പാലക്കാടെത്തി പഞ്ചായത്ത് തലം മുഴുവൻ എല്ലാവരെയും കണ്ടിട്ടാണ് 3 പേരുകൾ നിശ്ചയിച്ച് നൽകിയത്. എന്നിട്ട് വിശദമായി ആ പട്ടിക 4 മണിക്കൂർ നീണ്ട ചർച്ച സംസ്ഥാന കമ്മിറ്റി യോഗത്തിലുണ്ടായിരുന്നു. അതിൽ 2 പേർ സന്നദ്ധരല്ല എന്നറിയിച്ചു. ജാവ്ദേക്കർ വരെ ഉണ്ടായിരുന്ന യോഗമാണെന്ന് കൂടി അദ്ദേഹം പറയുന്നു. എന്നിട്ട് ഒരു നോട്ടോട് കൂടിയാണ് ആ പാനൽ അയച്ചത്. അതിൽ 2 പേർ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ആ താല്പര്യമില്ലാത്തവരുടെ പേരുകളായി നമ്മളെ പ്രതിനിധി തന്നെ വ്യക്തമാക്കിയത് വി എസ് രഞ്ജിത്തിൻ്റെ റിപ്പോർട്ടിലുള്ളത് ഒന്ന് കൃഷ്ണദാസും രണ്ടാമത് ശോഭയുമാണ്. ആ 2 പേരുകളും അവർ പിന്നീട് വേണ്ട എന്ന് താല്പര്യം കാണിച്ചില്ല. പിന്നീട് ഈ പറയുന്ന കൃഷ്ണകുമാർ തന്നെ അവസാന നിമിഷം വരെ തനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗത്യന്തരമില്ലാതെയാണ് എ ക്ലാസ് മണ്ഡലത്തിൽ സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായത് എന്ന വെളിപ്പെടുത്തലാണ് ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വോട്ട് പോയത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. നഗരസഭയിലടക്കം വലിയ തോതിൽ വോട്ട് എങ്ങനെ പോയി എന്നുള്ള കാര്യം ഇന്നത്തെ നഗരസഭാ അധ്യക്ഷയുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പതിവില്ലാത്ത രീതിയിൽ ബി ജെ പി നേതാക്കൾ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. 28 കൗൺസിലർമാരുള്ളതിൽ 18 പേരെ അയച്ചത് പ്രഭാരി രഘുനാഥനാണ് എന്ന് ശിവരാജൻ പറയുകയാണ്. 18 പേരുടെ ബൂത്തുകളിൽ വലിയ തോതിൽ വോട്ട് കുറഞ്ഞു എന്നുള്ളൊരു വിഷയമാണ്. അപ്പോൾ കൗൺസിലർമാർക്കെതിരെ നടപടി ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളും ആ പ്രതികരണം വന്നതിന് പിന്നാലെയാണെന്നൊരു പരസ്യ പ്രതികരണത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. ഈ പ്രഭാരിയെപ്പറ്റി പറയുന്നത് കഴിവില്ലാത്ത പ്രഭാരിയാണ്, സ്വന്തം ബൂത്തിൽ പോലും വോട്ട് പിടിക്കാനായിട്ടില്ല, AC മുറിയിൽ നിന്ന് പുറത്തിറങ്ങാത്ത പ്രഭാരി എന്നൊക്കെയാണ് ഇന്ന് ശിവരാജൻ പറഞ്ഞിരിക്കുന്നത്. അതേസമയം സി കൃഷ്ണകുമാറിൻ്റെ പേര് പ്രവർത്തകരോട് പറയാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു എന്നുള്ളതാണ് പ്രമീള പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ട് എപ്പോഴും കൃഷ്ണകുമാർ തന്നെയെന്ന് പ്രവർത്തകർ തന്നെ ചോദിക്കുക സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് തീരുമാനത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് പ്രവർത്തിച്ചതെന്നും പറയുന്നു. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചതെന്ന് വോട്ടിൽ നിന്നും വ്യക്തമായിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് ബി ജെ പിക്കകത്ത് ഉള്ള സമവാക്യങ്ങളിൽ തന്നെ മാറ്റം വന്നിരിക്കുന്നു. എപ്പോഴും ബി ജെ പിയിൽ വിഭാഗീയതയുണ്ട്. 10-30 വർഷമായി ബി ജെ പിയിൽ വിഭാഗീയതയുണ്ട്. ആരാണോ നേതൃത്വത്തിൽ വരുന്നത് അവർക്കെതിരെ മറ്റൊരു വിഭാഗം ഉണ്ടാകും എന്നുള്ളതാണ് മുൻപത്തെ ചരിത്രം തന്നെ വ്യക്തമാക്കുന്നത്. അത് വളരെ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോഴേ അത് കാണാൻ കഴിയുന്നതാണ്. ആ തരത്തിൽ പല തരത്തിൽ പക്ഷമുണ്ടായിരുന്നു എന്നുള്ളത്. അതിപ്പോൾ പി മുകുന്ദൻ്റെ കാലത്തും രാമൻപിള്ളയുമായി പ്രശ്നങ്ങളുണ്ടായിരുന്നു. 2 പേരും പിന്നീട് പാർട്ടിയിൽ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ ശ്രീധരൻപിള്ളയുടെ കാലത്തായാലും പിന്നീട് നമ്മൾ ഈ അടുത്ത് കണ്ട കുമ്മനത്തിൻ്റെ കാലത്തിലായാലും ആ വിഭാഗീയത നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ കുമ്മനം വിഭാഗത്തിൽ നിന്നാണ് ആദ്യ പ്രതികരണം തെരഞ്ഞെടുപ്പിന് ശേഷം വന്നത്. നേതൃത്വത്തിന് പിഴവാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് മറുപടിയാണ് കുമ്മനം തന്നെ പോയിട്ട് ആലോചിച്ചെടുത്ത് ആളുകളോട് സംസാരിച്ചെടുത്ത തീരുമാനമാണ് എന്ന മറുപടി ഇന്ന് കെ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നത്. പിന്നീട് ഈ സമവാക്യത്തിൽ എപ്പോഴും കെ സുരേന്ദ്രനും വി മുരളീധരനും ഒരുമിച്ചാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതുവരെയും അങ്ങനെ തന്നെയായിരുന്നു. എന്തെങ്കിലും തരത്തിൽ കെ സുരേന്ദ്രൻ പ്രതിരോധത്തിലാകുമ്പോൾ പ്രതികരണവുമായി വി മുരളീധരൻ രംഗത്ത് വരാറുമുണ്ടായിരുന്നു. പക്ഷേ ഈ തവണ തെരഞ്ഞെടുപ്പ് പരാജയത്തെപ്പറ്റി ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം വി മുരളീധരൻ പറഞ്ഞത് തനിക്ക് മഹാരാഷ്ട്രയുടെ ചുമതലയായിരുന്നു, അവിടുത്തെ റീജിയൻ്റെ ചുമതലയായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയില്ല, അപ്പോൾ അത് ഇവിടെ സുരേന്ദ്രനോട് തന്നെ ചോദിക്കണമെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വന്ന് മുഴുവൻ പ്രവർത്തിച്ചവരല്ലല്ലോ പ്രതികരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജാവ്ദേക്കർക്കും അത് പറയാമായിരുന്നു. ജാവ്ദേക്കർ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഈ തരത്തിൽ പ്രശ്നങ്ങളില്ല എന്ന രൂപത്തിലാണ് അത് അവതരിപ്പിക്കാൻ നിന്നത്. അപ്പോൾ അത് പൂർണ്ണമായും കെ സുരേന്ദ്രൻ്റെ തലയിലേക്ക് വി മുരളീധരൻ വയ്ക്കുന്നുണ്ട്. അവിടെയാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മറുപടിയായി പിറവത്തെ അടക്കം 2000 വോട്ടിൻ്റെ പരാജയവും അരുവിക്കര ഉപതെരഞ്ഞെടുപ്പും കോന്നി വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിച്ചാൽ ഉപതെരഞ്ഞെടുപ്പിലും വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം സുരേന്ദ്രൻ പറയുന്നത്. പിറവം ഉപതെരഞ്ഞെടുപ്പിൽ 2000 വോട്ടിന് 2000 വോട്ട് മാത്രം കിട്ടുന്ന സമയത്ത് അന്ന് പാർട്ടി അധ്യക്ഷൻ വി മുരളീധരനായിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചത്. ആരും പാർട്ടി അധ്യക്ഷൻ്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. പക്ഷേ പിറവും പാലക്കാടും തമ്മിൽ എന്താണ് ഒരു താരതമ്യം എന്നുള്ള ചോദ്യമുണ്ട്. കാരണം എ ക്ലാസ് മണ്ഡലമാണല്ലോ. അപ്പോൾ എ ക്ലാസ് മണ്ഡലത്തിൽ ഇങ്ങനെ വോട്ട് കുറഞ്ഞത് എങ്ങനെയെന്ന ചോദ്യം തിരിഞ്ഞുകുത്തുന്നു കെ സുരേന്ദ്രനെ. നാളത്തെ നേതൃയോഗത്തിൽ സംഘടന മാറ്റങ്ങൾ ആലോചിക്കുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയും എന്തായാലും അജണ്ടയ്ക്ക് പുറത്താണെങ്കിലും ചർച്ചയ്ക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ പൊട്ടിത്തെറി പരസ്യ പ്രതികരണങ്ങൾ ഈ പ്രതികരണങ്ങളൊക്കെ നടത്തിയ ശേഷം പരസ്യ പ്രതികരണങ്ങൾ വിലക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി പരസ്യ പ്രതികരണം ഉണ്ടാകില്ല. പക്ഷേ പറയാനുള്ളത് ഇതിനകം തന്നെ പാലക്കാട് നിന്നുള്ള നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നാളത്തെ യോഗം പ്രധാനമാണ്. സുരേന്ദ്രനെ ഇപ്പോൾ വേണമെങ്കിൽ രണ്ടാമതൊരു ടേം കൊടുക്കാവുന്നതാണ് അല്ലേ? അങ്ങനെ ഒരു നേരത്തെ നഡ്ഡയുടെ കാര്യത്തിലായും രണ്ടാമത്തെ ടേം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ സുരേന്ദ്രന് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ
നേതാക്കൾ തന്നെ പരസ്യമായി പ്രതികരണം നടത്തുകയും കുമ്മനമൊപ്പമില്ല, വി മുരളീധരനൊപ്പമില്ല എന്ന് വേണം ആ ഭാഗത്തുള്ള പ്രതികളിൽ നിന്ന് മനസ്സിലാക്കാൻ. യോഗത്തിനകത്ത് ശോഭാ സുരേന്ദ്രൻ അടക്കം വലിയ രീതിയിൽ വാദമുന്നയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഈ തോൽവിക്ക് ശേഷം ശോഭാ സുരേന്ദ്രൻ്റെ പ്രതികരണമൊന്നും വന്നിട്ടില്ല. അവർ മൗനമായി ഇരിക്കുകയാണ്. ആ മൗനം ഒരു പൊട്ടിത്തെറിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അപ്പോൾ സുരേന്ദ്രന് ശത്രുക്കൾ കൂടിയിരിക്കുന്നു. നാളത്തെ യോഗത്തിൽ ഇനി ഒരു 2ാം ടേമിൽ സുരേന്ദ്രന് സാധ്യതയുണ്ടാകുമോ എന്നറിയാൻ പറ്റും. ഏതായാലും വലിയ രീതിയിൽ തന്നെ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു, പരസ്യ പ്രതികരണങ്ങളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ BJP-യിൽ വലിയ പൊട്ടിത്തെറി തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.